രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന് നിജേഷ് അരവിന്ദിന് വ്യക്തിപരമായി തോന്നുന്നുണ്ടോ? അത് പാർട്ടി പറയട്ടെ, പാർട്ടി ആലോചിച്ച് പറയട്ടെ. നിജേഷ് വ്യക്തിപരമായി ആലോചിക്കണം എന്ന കാര്യം പാർട്ടിയാണോ പറയേണ്ടത്? പാർട്ടിക്ക് എന്താ പറയാൻ പറ്റുന്നത്? ഞാൻ എന്നെ വിളിച്ചത് എന്റെ വ്യക്തിപരമായ കാര്യം ചോദിക്കാനല്ലല്ലോ ഞാൻ വിളിച്ചത്. പാർട്ടിയുടെ അഭിപ്രായമല്ലേ. പാർട്ടിയുടെ അഭിപ്രായം എന്താണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്? എന്നെ ഈ പറയാൻ ഏൽപ്പിച്ചിരിക്കുന്നത് പാർട്ടി അയാളെ പുറത്താക്കി കഴിഞ്ഞു. പാർട്ടിയുമായിട്ട് അയാൾക്ക് ഒരു ബന്ധവുമില്ല. കോൺഗ്രസ് വക്താവ് നിജേഷ് അരവിന്ദിന് പാർട്ടി കൊടുത്തിരിക്കുന്ന നിർദ്ദേശം രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമെന്ന് വ്യക്തിപരമായി പോലും പറയരുത് എന്നാണ്. അദ്ദേഹത്തോട് പാർട്ടി പറഞ്ഞിരിക്കുന്നതാണത്. അത് ഇവിടെ വ്യക്തമാക്കിയതാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമെന്ന് ഒരക്ഷരം അദ്ദേഹം പറയുന്നില്ല. അതേസമയം ഇന്ന് ഈ പരാതിയുടെ പുറത്ത്, ഈ പരാതിയല്ല, 2 പരാതികൾ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. ആ പരാതികളുടെ പുറത്ത് സർക്കാർ എടുത്ത നിലപാട് നമ്മൾ കണ്ടതാണ്. അത് നിയമപരമായി ഏത് വഴിയിൽ നിൽക്കുന്നു എന്ന് കണ്ടതാണ്. സർക്കാരിന്റെ പോലീസ് കൃത്യമായ SIT അക്കാര്യത്തിൽ കൃത്യമായി പഠിച്ച് ഇപ്പോൾ ഇതാ 3ാമത്തെ പരാതിയുടെ കാര്യത്തിൽ കൃത്യമായി നിലപാടെടുത്ത് ഇതാ അഴിക്കുള്ളിലാക്കിയിരിക്കുന്നു ആ പീഡന വീരനെ. നിങ്ങൾ ഈ 2 നിലപാടുകളെയും എങ്ങനെയാണ് കാണുക ഹണി ഭാസ്കരൻ? ഈ സർക്കാരിന്റെയും ഈ കോൺഗ്രസിന്റെയും? കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഇപ്പം സംസാരിച്ച നിജേഷ്, അദ്ദേഹത്തിനെ ഞാൻ ശ്രദ്ധാപൂർവം കേൾക്കുകയായിരുന്നു. വ്യക്തിപരമായിട്ട് MLA സ്ഥാനം രാഹുല് രാജിവെക്കണോ എന്നുള്ള കാര്യത്തില് അഭിപ്രായം പറയാൻ പോലും അദ്ദേഹത്തിന് സാധിക്കുന്നില്ല എന്നുള്ളത് എനിക്ക് വ്യക്തിപരമായിട്ട് വലിയ ഞെട്ടലൊന്നും ഉണ്ടാക്കുന്നില്ല. കാരണം കോൺഗ്രസിന്റെ ഒരു നിലപാട് ഈ വിഷയത്തിൽ നമ്മൾ തുടക്കം മുതലേ കണ്ടതാണ്. അവർക്ക് ഏതവസരത്തിലാണ് അവർ പാർട്ടിയിൽ നിന്ന് രാഹുലിനെ പുറത്താക്കാൻ പോലുമുള്ള ഒരു തീരുമാനമെടുക്കുന്നത്? എല്ലാ സമ്മർദ്ദങ്ങൾക്കും ഒടുവില് ഗതികെട്ട ഒരു അവസ്ഥയിൽ എത്തിയപ്പോഴാണ് അവർ രാഹുലിനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത് തന്നെ. അതുകൊണ്ട് ഇപ്പം ഷാഫി ആയാലും ശരി, സ്വന്തം ചങ്ങാതിയെ തള്ളിപ്പറയാനുള്ള ഒരു ആർജവം ഷാഫിയെ പോലത്തെ ഒരു നേതാവ് പോലും കാണിച്ചിട്ടില്ല. VD സതീശനൊക്കെ ഈ കാര്യത്തില് വളരെ ശക്തമായ മൗനവുമായിട്ട് മുൻപോട്ട് പോവുകയാണ്. സോ എനിക്ക് നിജേഷ് പറഞ്ഞ കാര്യത്തില് വലിയ ഒരു അത്ഭുതമൊന്നും തോന്നുന്നില്ല. കോൺഗ്രസിന്റെ എക്കാലത്തെയും നിലപാട് എന്ന് പറയുന്നത് ഈ മലക്കമറിച്ചിൽ തന്നെയാണ്. പിന്നെ ഇന്നത്തെ ഈ ഒരു അറസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സർക്കാരിനെ തീർച്ചയായിട്ടും അഭിനന്ദിക്കേണ്ടതുണ്ട്. കാരണം ഈ കേസുമായിട്ട് മുൻപോട്ട് പോകുന്ന സമയത്ത് ഞാനടക്കമുള്ള സ്ത്രീകൾക്ക് അതിന്റെ റിസൾട്ട് കണ്ടപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു വലിയ നിരാശയുണ്ടായിരുന്നു. ഞാൻ നേരത്തെയും മീഡിയ ചോദിച്ച സമയത്ത് റിപ്പീറ്റഡ്ലി പറഞ്ഞ ഒരു കാര്യമുണ്ട്. സ്ത്രീകൾക്ക് എവിടെയാണ് ഒരു ഇടം എന്നുള്ള രീതിയിലേക്ക് വലിയ ആശങ്ക എന്നെ പോലെയുള്ള സ്ത്രീകൾക്ക് നിയമ നടപടികളുമായിട്ട് ഈ വിക്ടിംസ് മുൻപോട്ട് പോകുമ്പം തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം എവിടെയൊക്കെയോ മറഞ്ഞിരുന്നിട്ട് രാഹുൽ ഈ പറയുന്നത് പോലെ ജാമ്യാപേക്ഷ കൊടുക്കുകയും ആ രീതിയിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് സമൂഹത്തിന്, എന്നെ പോലെയുള്ള ഞങ്ങളെ പോലെയുള്ള മനുഷ്യരെ എന്താണോ അവൾക്കൊപ്പം നിന്നിട്ട് പ്രതീക്ഷിക്കുന്നത്, അത്തരത്തിലുള്ള ഒരു റിസൾട്ട് വരാതിരിക്കുന്ന സമയത്ത് വലിയ രീതിയിലുള്ള സങ്കടവും നിരാശയും ഒക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് വളരെ ജാഗ്രതാപൂർവം നമ്മുടെ സർക്കാർ നിയമ നടപടികളുമായിട്ട് വളരെ സൂക്ഷ്മമായിട്ട് പഠിച്ചു തന്നെ മുൻപോട്ട് പോവുകയും മീഡിയയ്ക്ക് പോലും, ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, മീഡിയയ്ക്ക് പോലും യാതൊരുവിധ തുമ്പും കൊടുക്കാത്ത രീതിയിൽ വളരെ ജാഗ്രതയിൽ ആ ഓപ്പറേഷൻ നടത്തുകയും കൃത്യമായിട്ട് ഒരു പീഡന വീരനെ, അതിനൊക്കെ അപ്പുറത്തേക്ക് അയാൾ ഒരു സീരിയൽ റേപ്പിസ്റ്റ് ആണ്, വളരെ ബ്രൂട്ടലായിട്ട് സ്ത്രീകളെ സമീപിക്കുകയും ഇപ്പം ഇത് ഞാനിപ്പോ നിയമസഭാ പുസ്തകോത്സവത്തിലാണുള്ളത്. കേസിന്റെ വലിയ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. എങ്കിലും എനിക്ക് കിട്ടിയ കുറച്ച് വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ഇപ്പൊ ഈ ചാനൽ ചർച്ചയിൽ അഡ്വക്കേറ്റ് അരുൺകുമാർ അടക്കം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുടെ വ്യക്തതയിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. ഈ ഒരു അറസ്റ്റ് ഇപ്പം ഞാനടക്കമുള്ള സ്ത്രീകൾക്ക് ഉണ്ടാക്കിയിട്ടുള്ള വലിയൊരു പോസിറ്റീവ് എനർജി ഉണ്ട്. കാരണം എന്നെ പോലെയുള്ള സ്ത്രീകള് വിക്ടിമിന്റെ കൂടെ നിൽക്കുമ്പോ ഈ സൈബർ വെട്ടുകിളിക്കൂട്ടം, കോൺഗ്രസിന്റെ സൈബർ വിങ് എന്ന് പറയുന്നത് ഈ സ്ത്രീകൾക്കെതിരെ വളരെ മോശമായിട്ട് സ്ലട്ട് ഷെയ്മിംഗ് നടത്തിക്കൊണ്ട് വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്കാണ് നടത്തിയിട്ടുണ്ടായിരുന്നത്. ഞാനടക്കം അതിന്റെ ഇരയാണ്. വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്ക് വിക്ടിമിന്റെ കൂടെ നിന്നതിന്റെ പേരിൽ നേരിട്ടിട്ടുള്ള സൈബർ സ്പേസിൽ നേരിട്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പോ 10 പേർക്കെതിരെ ഞാൻ കേസ് കൊടുത്തിട്ട് ആ കേസുമായിട്ട് ഞാൻ മുൻപോട്ട് പോകുന്നുണ്ട് ഈ വിഷയത്തിൽ. സോ ഇന്നത്തെ ഈ റിസൾട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. അവൾക്കൊപ്പം എന്ന് വീണ്ടും വീണ്ടും സർക്കാർ ആവർത്തിക്കുന്ന
ഒരു കാഴ്ചയാണ് കാണാൻ വേണ്ടി പറ്റുന്നത്. നീതിയിലേക്കുള്ള ആദ്യത്തെ സ്റ്റെപ്പായിട്ടാണ് സർക്കാരിന്റെ നിയമത്തിന്റെ ഈ നടപടിയെ ഞാൻ നോക്കിക്കാണുന്നത്. ഞാനടക്കമുള്ള സ്ത്രീകൾക്ക് തീർച്ചയായിട്ടും, അല്ലെങ്കിൽ ഞാനടക്കമുള്ള സ്ത്രീകൾ എന്ന് ഞാൻ പറയുന്നില്ല, ഇരയ്ക്കൊപ്പം നിൽക്കുന്ന, വിക്ടിമിനൊപ്പം നിൽക്കുന്ന മനുഷ്യർക്ക് ഒരു വലിയ പ്രതീക്ഷയാണ് ഈ സർക്കാർ മുൻപോട്ട് വെച്ചിട്ടുള്ളത്, ഈ വിഷയത്തിലൂടെ മുൻപോട്ട് വെച്ചിട്ടുള്ളത്. ഈ ഒരു കാരണം കൊണ്ട് തന്നെ കൂടുതൽ സ്ത്രീകൾ, രാഹുലിന്റെ വിഷയത്തിൽ മാത്രമല്ല, ഇത്തരത്തിൽ പല രീതിയിലുള്ള സെക്ഷൽ അസോൾട്ട് നേരിട്ടിട്ടുള്ള പല സ്ത്രീകളും സർക്കാരിനെ എന്താ പറയാ, സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അവരെ സർക്കാർ കൂടെ ഉണ്ടാകുമെന്നുള്ള ഒരു ഉറപ്പോട് കൂടി മുൻപോട്ട് വരും, സർക്കാർ കൂടെ നിൽക്കുമെന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ ഈ ഒരു അറസ്റ്റ് കൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത്. ഗണി ഭാസ്കരൻ, ഇപ്പൊ സർക്കാർ ഈ നിലയ്ക്ക് മുന്നോട്ട് പോകുമ്പോ നിയമസഭ കടുത്ത നടപടിയുമായി മുന്നോട്ട് പോകുന്നു എന്നാണ് സ്പീക്കർ എന്ന് പറഞ്ഞ കാര്യങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത്. നിയമോപദേശം തേടുകയാണ് സ്പീക്കർ. ഇയാൾ ഇനി ഇതുപോലെ പ്രവൃത്തി ചെയ്ത ഒരാൾ ഒരു നിയമസഭാ അംഗമായി, ജനപ്രതിനിധിയായി തുടരുക എന്നുള്ളത് അത് നിയമസഭയ്ക്ക് ആശാസ്യമായിട്ടുള്ള കാര്യമല്ല. അവിടെ ആ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. യുവജന പ്രസ്ഥാനങ്ങളും മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഉത്തരവാദിത്തപ്പെട്ടവരൊക്കെ MLA സ്ഥാനം രാജിവെക്കണമെന്ന് പറഞ്ഞ് പ്രതിഷേധത്തിൽ തന്നെയാണ്. ഇത്രയൊക്കെ വന്നിട്ടും ഇപ്പോഴും കോൺഗ്രസ് എടുത്ത നിലപാടാണല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ അത്ഭുതമില്ല എന്ന് താങ്കൾ പറയുന്നുമുണ്ട്. താങ്കൾ എങ്ങനെയാണ് ഈ MLA സ്ഥാനം രാജിവെക്കുന്നതിനെ കുറിച്ചുള്ള രാഹുലിന്റെ മുന്നോട്ടുള്ള ദിവസങ്ങളെ കാണുന്നത്? ഞാൻ എന്റെ ആദ്യത്തെ രാഹുലിനെതിരെയുള്ള ഫേസ്ബുക്ക് പോസ്റ്റിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, രാഹുൽ എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ മാലിന്യമാണ്. റിപ്പീറ്റഡ്ലി എനിക്കത് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അത് മുൻപേ തന്നെ നമുക്ക് ഇതിനു മുൻപേ വന്നിട്ടുള്ള അതിജീവിതമാരുടെ വാക്കുകളിൽ നിന്ന് പോലും ഇയാൾ ഒരു പെർവേർട്ട് ആണെന്നും അബ്യൂസർ ആണെന്നും മാനിപ്പുലേറ്റർ ആണെന്നും ഒക്കെ വ്യക്തമായ സമയത്തും ഈ സൈബർ വെട്ടുകിളിക്കൂട്ടം ഈ വിക്ടിമിനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്നത് ആദ്യത്തെ സ്ത്രീയെ കുറിച്ച് വിവാഹിതയല്ലേ എന്ന് പറഞ്ഞു, രണ്ടാമത്തെ സ്ത്രീയുടെയും വായടപ്പിച്ചു, മൂന്നാമത്തെ കേസിലും അവർ പുതിയ കാര്യങ്ങളുമായിട്ട് മുൻപോട്ട് വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഇത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു MLA ആണ്. സോ അവര് സ്ത്രീകളെ നേരിടുന്നത് ഈ വിധമാണ് എന്നുള്ളത് നമ്മൾ ഈ കേസിൽ മാത്രമല്ല പല കാര്യങ്ങളിലും നമുക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ്. രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി ഇക്കാലം അത്രയും അദ്ദേഹത്തെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചിട്ടുള്ള മനുഷ്യരോട് കാണിച്ചിട്ടുള്ളത് വലിയ രീതിയിലുള്ള അനീതിയാണ്. കാരണം ഒരു പൊളിറ്റിക്കൽ സ്പേസ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പ്രിവിലേജ് ഉപയോഗിച്ചുകൊണ്ടാണ് അയാൾ ഇക്കാലം അത്രയും ഇരപിടിച്ച് നടന്നുകൊണ്ടിരുന്നത്. നേരത്തെ അഡ്വക്കേറ്റ് അരുൺകുമാർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഞാൻ എടുത്തു പറയുകയാണ്. കോൺഗ്രസ് ഇത്ര കാലം രാഹുലിന്റെ കാര്യത്തിൽ ചെയ്തുകൊണ്ടിരുന്നത് ഇയാളെ കുറിച്ച് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ MA ഷഹനാസ് അടക്കമുള്ള ആളുകള്, ഷാഫിയോടക്കം അല്ലെങ്കിൽ VD സതീശനൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ സ്വഭാവത്തെ കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടായിട്ടും നവീകരിക്കാൻ വേണ്ടിയിട്ട് ഇയാളെ അവിടെ ഇരുത്തുകയായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാൾക്ക് ഒരു വേട്ടക്കാരനാവാനുള്ള ഏറ്റവും വലിയൊരു വൈഡ് ആയിട്ടുള്ള ഒരു സ്പേസ് ഒരുക്കി കൊടുത്തുകൊണ്ട് ഇരകളെ ഇയാളുടെ വലയിലേക്ക് വീഴ്ത്താനുള്ള എല്ലാ സ്പേസും ഒരുക്കി കൊടുത്തത് കോൺഗ്രസ് ആണ്. എന്നിട്ട് പോലും മൂന്നാമത് ഒരു അതിജീവിത വന്നിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് കൃത്യമായിട്ടുള്ള എവിഡൻസോട് കൂടെ മുൻപോട്ട് വന്നിട്ടുണ്ട്. അതിന്റെ പേരിലാണ് ഈ അറസ്റ്റ് എന്നുള്ളതാണ്. ഇത്രയും ബോധ്യം ഉണ്ടായിട്ട് പോലും അയാളെ തള്ളിപ്പറയാൻ ഇൻ ദ സെൻസ് MLA സ്ഥാനം രാജിവെക്കണമെന്ന് ആർജവത്തോടുകൂടെ പറയാൻ കോൺഗ്രസിലുള്ള ഒരു നേതാക്കളോ ഒരു മീഡിയ ചർച്ചയിൽ വന്നിരിക്കുന്ന കോൺഗ്രസിന്റെ പ്രതിനിധിക്ക് പോലും സാധിക്കുന്നില്ല എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ ആ ഉളുപ്പില്ലായ്മയാണ് കാണിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടം ചെയ്യേണ്ടത് ഒരു ജനത്തെ ആകപ്പാടെ, പ്രത്യേകിച്ചും പാലക്കാട് നിന്ന് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് വോട്ട് ചെയ്ത മുഴുവൻ ജനങ്ങളെയും വഞ്ചിച്ചിട്ടുള്ള ഒരു നേതാവാണ് അയാൾ. ഇക്കാലം അത്രയും വിശ്വസിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തില് ആ പ്രസ്ഥാനത്തോട് ഏതെങ്കിലും 1% ജനുവിനിറ്റി പുലർത്താൻ അയാൾക്ക് സാധിക്കുമെങ്കിൽ, അയാൾക്ക് കുറച്ചെങ്കിലും ആത്മാഭിമാനമുണ്ടെങ്കിൽ, ഞാൻ അങ്ങനെ അയാൾക്കുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്ന വ്യക്തിയല്ല, 1% ശേഷിക്കുന്നുണ്ടെങ്കിൽ അയാൾ തീർച്ചയായിട്ടും MLA സ്ഥാനം രാജിവെച്ച് ഈ കേരള സമൂഹത്തോട് മാപ്പ് പറഞ്ഞുകൊണ്ട് പൂർണ്ണമായിട്ടും ഒഴിഞ്ഞു പോകണം എന്നുള്ളതാണ് എന്റെ അഭ്യർത്ഥന എന്ന് പറയുന്നത്.